നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ താഴോട്ട് പഠിച്ചുകൊണ്ടേയിരുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്, എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എവിടേക്കാണ് നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഈ പ്രത്യേകമായ വിഷയം പഠിക്കുവാനായിട്ട് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാരണമുണ്ട്. അതിന് കാരണമാണ് 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന വേഴ്സ്. 12-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ആരെങ്കിലും കൂടെ ആ ശബ്ദമേത്തി വായിച്ചാൽ. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ നാം എത്ര അധികം. എബ്രായ ലേഖനത്തിൽ പ്രധാനമായിട്ട് മുന്നറിയിപ്പുകളുടെ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. 5 മുന്നറിയിപ്പുകളെയാണ് എബ്രായ ലേഖനത്തിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ആ നോട്ട് ചെയ്തതാണ്. 1-ാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, ഇത്ര വലിയ രക്ഷയെ നാം നഷ്ടമാക്കിയാൽ എങ്ങനെ നാം തെറ്റിയൊഴിയും. 2-ാമത്തെ മുന്നറിയിപ്പാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 12, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. അതാണ് 2-ാമത്തെ മുന്നറിയിപ്പ്. 3-ാമത്തെ മുന്നറിയിപ്പ് 5-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, ആത്മീയമായിരിക്കുന്ന പക്വത, സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി ആകരുത്, മച്യൂരിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന നിങ്ങൾ ആദ്യ പാഠങ്ങളെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചതായിട്ട് വരുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്തെ കുടിപ്പാൻ നിങ്ങൾ കഴിവുള്ളതായിരിക്കുന്നു. അപ്പോൾ 3-ാമത്തെ പ്രശ്നമാണ് സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി എന്ന് പറയുന്നത്. 4-ാമത്തെ മുന്നറിയിപ്പാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, സ്വമേധ പാപം, presumptuous sin. അതാണ് ഒരു വലിയ ഭയാനകമായിട്ട് കടന്നു വരുവാൻ ചാൻസ് ഉള്ളത്. അവസാനമായിട്ട് 5-ാമത്തെ മുന്നറിയിപ്പാണ് 12-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ എത്രയധികം. ഡു നോട്ട് റെഫ്യൂസ് ദ വാർണിംഗ് ഫ്രം ഹെവൻ. സ്വർഗ്ഗത്തിൽ നിന്നുള്ള അരുളി ചെയ്തവന്റെ വാക്കുകൾ വിട്ടുമാറരുത്. ഡു നോട്ട് റെഫ്യൂസ് ദ വാർണിംഗ് ഫ്രം ഹെവൻ. അതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന പുസ്തകത്തിൻ്റെ വളരെ പ്രാധാന്യമായിരിക്കുന്നത്. അതാണ് നമ്മൾ വായിച്ചത്. ഒരു കമ്പാരിസണിൽ കൂടിയാണ് ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം വെളിപ്പെടുത്തിയത്. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ദൈവത്തിന്റെ അടുക്കിലേക്ക് വിശുദ്ധന്മാർ കടന്നു വന്നപ്പോൾ അവർ എങ്ങനെ കടന്നു വന്നു, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മക്കൾക്കുള്ള പദവി എന്താണ്, ആ പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ നാം എത്രയധികം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഏറ്റവും ഭാഗ്യമായിരിക്കുന്ന ഒരു കാലയളവിലാണ്. നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് അരുളി ചെയ്തവന്റെ സ്വരമാണ് ഞാനും നിങ്ങൾ കേൾക്കുവാനായിട്ട് കാരണമായി തീർന്നത്. വാസ്തവത്തിൽ അനാദികാലം മുതൽ സ്വർഗ്ഗത്തിൽ മറഞ്ഞിരുന്ന നമ്മുടെ അരുമരക്ഷിതാവായ യേശുക്രിസ്തു 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ സ്വരം നമ്മെ കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിഷയം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദാസനത പറയുമ്പോൾ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കുന്നത് കൊണ്ട് അതിന്റെ മുകളിൽ പറയുണ്ടായി, കഴിഞ്ഞ നാളുകൾ ഈ രാജ്യങ്ങളെ ദൈവം ഇളക്കി. ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ വാക്കുകളുടെ മുൻപിൽ സമുദ്രത്തെ ദൈവം ഇളക്കി, കരയെ ദൈവം ഇളക്കി. എന്നിട്ട് ദൈവത്തിന്റെ ദാസൻ കൊണ്ട് അവസാനിപ്പിക്കാൻ, ഇനി ഒരിക്കൽ കൂടെ ദൈവം ഇളക്കുവാൻ പോകുകയാണ്. അത് സമുദ്രത്തെയും കരയെയും മാത്രമല്ല ദൈവം ഇളക്കുവാൻ പോകുന്നത്, ദൈവം ആകാശത്തെയും ഇളക്കുവാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വാക്യം അതായിരുന്നു, ഇളകാത്ത രാജ്യം. പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് യൂസഫിനെ ആക്കിയതായിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 2-ാമത്തെ രാജ്യം എന്ന് പറയുന്നത് ആദമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയതായ രാജ്യം. അതാണ് ഇന്നും മനുഷ്യൻ പാപം ചെയ്ത്
അതിനെ പല മോഡിഫിക്കേഷൻസ് വരുത്തി ശാപഗ്രസ്തമായി തീരുവാൻ സാധ്യമായി തീരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മൂന്നാമത്തെ രാജ്യമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, ആദമിനെ ഏദൻ തോട്ടത്തിലാക്കിയതായിരിക്കുന്ന കാലത്തിലെ രാജ്യവും 1000 ആണ്ട് വാഴ്ചയിൽ കടന്നു വരുവാൻ പോകുന്ന രാജ്യവും ഏതാണ്ട് സിമിലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ രാജ്യത്തിനും 1000 ആണ്ട് വാഴ്ചയിലെ രാജ്യത്തിനൊരു മാറ്റം വരും. ആകാശം ചുരുൾ പോലെ ചുരുട്ടി മാറ്റുവാനായിട്ട് ഇടയായിത്തരും. സമുദ്രം ഇല്ലാതാകുവാൻ ഇടയായിത്തരും. എല്ലാറ്റിനും ഒരു വലിയ മാറ്റങ്ങൾ വന്ന് ഭൂമിയിലെ സകല പണികളും വെന്തരിയുന്ന സമയം കടന്നു വരും. ഒരു പുതിയതായിരിക്കുന്ന ഒരു ഭൂമി, ഒരു പുതിയ ആകാശം ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുവാൻ പോകുകയാണ്. ആ പുതിയ ലോകത്തിന് ഇളകുവാനായിട്ട് സാധ്യമല്ല. ഇളകാറ്റുവാൻ ഒരു രാജ്യമാണ് പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. ഇതാണ് ദൈവദാസന്മാർ അവരുടെ പ്രത്യാശ വെച്ചുകൊണ്ടിരുന്നത്. അബ്രഹാം ഇളകാത്തൊരു രാജ്യത്തെ നോക്കിക്കൊണ്ട് ജീവിച്ചു. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനുമായി അബ്രഹാം കാത്തിരുന്നു. ദൈവഭക്തന്മാരെല്ലാം മുൻപോട്ട് നോക്കി അവർ ആഗ്രഹിച്ചത് അവരായിരുന്ന കാലത്തിൽ ജീവിച്ചതായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചല്ല, പിന്നെയോ അവരുടെ മുൻപിൽ അവർ അനുഭവിക്കുവാൻ പോകുന്ന ഒരു ജീവിതത്തെയാണോ അവരെല്ലാം മുൻപിൽ കാണുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രി നമ്മൾ ഈ 12-ാം അധ്യായത്തിലെ കൺക്ലൂഷനിലേക്ക് കടന്നു വരുമ്പോൾ അതിനാധാരമായിട്ട് നമ്മൾ 28, 29 വാക്യം ഒരിക്കൽ കൊടുന്ന് വായിച്ചാൽ വേഴ്സ് 28 and 29. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ദാസൻ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു വേർഡ് വളരെ ഭയാനകമായിരിക്കുന്ന ഒരു വേർഡാണ്. അവിടെ പറയുന്നൊരു വേർഡ് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കൺസ്യൂമിങ് ഫയർ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈ ഭാഗം ദൈവത്തിന്റെ ദാസൻ മോശ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്നു വായിക്കുന്ന വാക്കില് ഉൾപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. ഈ വാക്യത്തിൽ മുൻപിലെ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിപ്പിക്കട്ടെ. അവിടെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 കാര്യം ചെയ്യുവാനായിട്ട് ദൈവദാസൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരാകണം. വി ഹാവ് ടു ബി താങ്ക്ഫുൾ. നാം നന്ദിയുള്ളവരാകണം. ഫോർ ദ നെവർ ചേഞ്ചിങ് കിങ്ഡം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരാകണം. ഈ പർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ കൺസെപ്റ്റിനെ ഒന്ന് മാറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ നന്ദി പറയുന്നത് ദൈവം നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും നന്മകളെ ഓർത്ത്, ദൈവം കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം ഏതെങ്കിലുമൊക്കെ മിറക്കിൾ ചെയ്തു തരുന്നുവെങ്കിൽ അതിനെ ഓർത്ത് നമ്മൾ നന്ദി കരയറ്റുന്നവരായി തീരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിന്റെ ദാസൻ പറയുന്നത് നമുക്ക് കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്തു തന്നിട്ടുള്ള നന്മകളെ ഓർത്ത് അതിന് നന്ദി പറയുവാനല്ല പറയുന്നത്. നമ്മൾ പ്രാപിക്കുവാൻ പോകുന്ന ഒരു രാജ്യമുണ്ട്. ആ പ്രാപിക്കുവാൻ പോകുന്ന രാജ്യത്തെ കണ്ടുകൊണ്ട് നാം നന്ദി പറയണമെന്നുള്ളതാണ് ദൈവദാസൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദൈവം കഴിഞ്ഞ നാളുകൾ നടത്തിയ വഴികളെ, പരിപാലിച്ച വിധങ്ങളെ, ചെയ്തതായിരിക്കുന്ന അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വേർഡ് ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഭാവിയിലാകുവാൻ പോകുന്ന ആ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തെ ഇന്ന് നാം മുൻപിൽ കണ്ട് ദൈവത്തിന് നന്ദി പറയുന്നവരാകണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതായിരിക്കുന്ന വലിയ വിഷയങ്ങൾ, സ്വർഗ്ഗത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നതായിരിക്കുന്ന വലിയ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് പലപ്പോഴും ഒന്ന് ഓർക്കുവാൻ പോലും എനിക്ക് നിങ്ങൾക്കും സാധ്യമല്ല. നമ്മുടെ കണ്ണുകൾ പലപ്പോഴും ഒരു കുരുട്ട് കണ്ണുകളായി തീർന്നു പോകുന്നുണ്ട്. വിശാലതയിലേക്കായി നമ്മുടെ കണ്ണുകളൊന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ദീർഘവീക്ഷണത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മളായിരിക്കുന്ന കിണറ്റിലിരുന്നു കൊണ്ട് ഇതാണ് ലോകം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലെ ദൈവഭക്തന്മാരുടെയും ജീവിതത്തില്
അവരായിരുന്ന സാഹചര്യങ്ങളുടെ നന്മകളെ മാത്രം കണ്ടുകൊണ്ടല്ല അവർ മുൻപോട്ട് ജീവിച്ചത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചു. അപ്പോൾ അബ്രഹാം മുൻപിൽ കാണുവാൻ ഇടയായി തീർന്നത് ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു നഗരമാണ് മുൻപിൽ കാണുവാൻ ഇടയായി തീരുന്നത്. ഒന്ന് ശാന്തമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ട് എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾ, ആത്മീയമായ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ദൂരത്തിൽ ചെന്നെത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. ഒരു പക്ഷെങ്കിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ട്, ഇതിനകത്ത് ഒതുക്കപ്പെട്ട് നിൽക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ഭാവി ദൈവം നമുക്ക് വേണ്ടി ഇളകാത്തൊരു രാജ്യം നിർമ്മിക്കുന്നുവെന്ന് ആ രാജ്യത്തെ ഒന്ന് മനസ്സിലാക്കി നന്ദി പറയുവാനായിട്ട് ഞാൻ ഒരുക്കപ്പെടുമ്പോഴാണ് ആ രാജ്യത്തെ ഞാൻ അഭിവന്ദിക്കുവാനായിട്ടിടയായി തീരുന്നത്. ആ സമയത്താണ് ഞാനത് എംബ്രേസ് ചെയ്യുവാൻ കാരണമായി തീർന്നത്. അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് അടുപ്പിക്കുവാൻ കാരണമായി തീർന്നത്. അല്ല എങ്കിൽ ഈ വിഷയം എൻ്റെ ദൃഷ്ടിയിൽ വളരെ ദൂരത്ത് കിടക്കുന്ന വിഷയങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് വേണ്ടതായിരിക്കുന്ന കാഴ്ചകൾ ലഭിക്കുവാൻ സാധിക്കാതെ, ആത്മീയമായിരിക്കുന്ന പക്വതയില്ലാതെ, ആത്മീയ വീക്ഷണമില്ലാത്തതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും ഞാനും നിങ്ങൾ മാറ്റപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്നു മുതലെങ്കിലും നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കണം. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടോ അതിലോർത്തൊന്ന് സന്തോഷിക്കുക. ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും നന്മകളെ ഒന്നോർത്ത്. ദൈവത്തിന്റെ വിശുദ്ധ പറയുന്നു, ജയിക്കുന്നവനോ ഞാൻ സ്വർഗത്തിൽ അവന് അവിടെ ഒരു തൂണായിരിക്കും, അവന്റെ പേര് ഞാൻ അവിടെ എഴുതപ്പെടും. അത് മാത്രമല്ല, ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതും എനിക്കും നിങ്ങൾക്കും വേണ്ടി സംഗ്രഹിച്ച് വെച്ചിരിക്കുന്നതായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ അത് നഗ്നമായി കിടക്കുന്നതും എന്റെയും നിങ്ങളുടെ കൺമുൻപിൽ മറഞ്ഞു കിടക്കുന്നതുമായിരിക്കുന്ന ആ വിഷയങ്ങളെ ഒന്ന് കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുകൊണ്ട് ആ ഇളകാത്ത രാജ്യത്തെ മുൻപിൽ കണ്ട് എനിക്ക് ഞാനും നിങ്ങളും കടന്നു പോകുവാൻ പോകുന്ന രാജ്യം, ഞാനും നിങ്ങളും ജീവിക്കുവാൻ പോകുന്ന രാജ്യം, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന സന്തോഷ രാജ്യം, അതിനെ മുൻപിൽ കണ്ടുകൊണ്ട് ഇന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ലെവലിൽ നമ്മൾ ആക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മീയമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആ കൺസെപ്റ്റ് ഒന്ന് മാറ്റുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കുവാനല്ല, അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് മാത്രം കണ്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാനല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതായിരിക്കും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഇളകാത്ത രാജ്യത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക. രണ്ടാമത് ദൈവത്തിന്റെ ദാസൻ പറയുന്നൊരു വേർഡ് ഇപ്രകാരമാണ്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവിടെ പറയപ്പെടുന്ന നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. ദൈവത്തിന് പ്രസാദം വരുമാറ്. We have to please God. ദൈവത്തിന് നാം പ്രസാദം വരുത്തണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതോട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ ഇരുന്ന് എന്നെയും നിങ്ങളെ നോക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിന് ഒരു സന്തോഷം കൊടുക്കുന്നവരാകണം. ഞാൻ കരങ്ങളടിച്ച് 2 പാട്ട് പാടുമ്പോഴല്ല ദൈവം സന്തോഷിക്കേണ്ടത്. ഞാൻ ദൈവസന്നിധാനത്തിൽ ഞാൻ ഏത് ലെവലിൽ ആയിരിക്കുന്നുവോ, ഈ ലോകത്തിലെ എൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ ജീവിതം നാം മുൻപോട്ട് നയിക്കുമ്പോൾ, ഒന്നുകിൽ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലോ ആത്മീയ തലത്തിലോ ജീവിതത്തിന് ഏത് മേഖലകളിൽ ഞാൻ ആയിരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന് തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാതിരുന്നാലുള്ള കുഴപ്പമെന്ന്,
ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, വായിച്ചോട്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. അതിനാധാരമായിട്ടാണ് നമ്മൾ 1 Corinthians chapter 10 എടുത്തത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. അവിടെ പറയപ്പെടുന്ന വേർഡ് ശ്രദ്ധിക്കണം. 4-5 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്താട്ട് ആ വേർഡ്, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താണ് അതിൻ്റെ അടുത്ത എഫക്റ്റ്? താഴെ പറയുന്നു, അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ഇതാണ് അതിൻ്റെ വാല്യൂ. നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ഈ ആൾക്കാർ? ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. അവിടെ 4-ാമത്തെ വേർഡ് പറയുന്നത്, അവർ മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എന്നിട്ട് പറയുന്നത്, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ അവർ കുടിച്ചത്. അപ്പൊ ഇത്രയും ജനത്തെ അനുഗമിച്ച ഒരു ആത്മീയ പാറ, അത് പാറ മറ്റാരുമായിരുന്നില്ല, അരുമരക്ഷിതാവായ യേശു. യേശു ക്രിസ്തു അവരെ അനുഗമിച്ചുവെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ആ യേശു ക്രിസ്തു അവരെ അനുഗമിക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ അവക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന നന്മകൾ ദൈവം അവർക്ക് കൊടുത്തു. അവക്ക് വേണ്ടതായിരിക്കുന്ന ആത്മീയ ആഹാരം ദൈവം കൊടുത്തു. അവക്ക് വേണ്ടതായിരിക്കുന്ന ആത്മീയ പാനീയം ദൈവം അവർക്ക് കൊടുത്തു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, എങ്കിലും അവൾ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ ഒരേ ആത്മീയ ആഹാരം തിന്നുവെന്നുള്ള സത്യമാണ്, ആത്മീയ പാനീയം കുടിച്ചുവെന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളും അനുഭവിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്ഭുതങ്ങൾ ഒന്നിന് പിന്നാലെ കണ്ടുവെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വെള്ളമില്ലാതിരുന്ന സമയത്ത് വലിയ മിറക്കിൾ, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം അവർക്ക് കിട്ടി. ഇറച്ചി ഇല്ലാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഇറച്ചി അവർക്ക് ലഭിക്കുമാറാക്കി. ഇതെല്ലാം അവർ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നവരാ. ഇതെല്ലാം അവർ അനുഭവിച്ചു കൊണ്ടിരുന്നവരാ. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ, അത് അനുഭവിക്കുമ്പോഴും ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നിലും നിങ്ങളിൽ കൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിലും ദൈവം പ്രസാദിക്കുവാനായിട്ടോ ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ദൈവത്തിന് പ്രസാദകരമായി തീരുന്നില്ല എങ്കിൽ, ദൈവത്തിന് പ്രിയമായിട്ട് ഞാൻ നിങ്ങൾ മാറ്റപ്പെടുന്നില്ല എങ്കിൽ, ഒരേ ആത്മീയാഹാരം തിന്നതുകൊണ്ടോ ആത്മീയ പാനീയം കുടിച്ചതുകൊണ്ടോ യാതൊരു ഗുണവും കാണുവാൻ സാധ്യമല്ല. ചില പ്രയാസങ്ങൾ, ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരെല്ലാം പട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, അരുമരക്ഷിതാവായ യേശുവിന്റെ ജീവിതം അത് എത്രമാത്രം സന്തോഷമായിരുന്നു. കഴിഞ്ഞ നാളുകൾ നമ്മൾ എബ്രായലേഖനം 11-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ഇപ്രകാരം പഠിക്കുകയുണ്ടായി. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുൻപ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് തനിക്കൊരു സാക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ദൈവത്തിന് പ്രസാദമായിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം ഹാനോക്കിനെ നോക്കുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം ഹാനോക്കിനെ കാണുമ്പോൾ, ഹാനോക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദൈവത്തിന് സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് മക്കളുണ്ട്. ആ മക്കൾ നമ്മുടെ ഹിതത്തിന് അനുസൃതമായിട്ട് അവർ വളരുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ വളരുമ്പോൾ, ഈവൻ അവർ ദൂരദേശത്തായിരിക്കട്ടെ, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ സന്തോഷമുണ്ടാകും. എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടാകുന്നത്? അവരുടെ പ്രത്യേകത എന്ന്, അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ കാരണമായി തീർന്നു. ഒരു പിതാവിനെ സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് ആ പിതാവ് ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുള്ളതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ എന്നിൽ ദൈവത്തിന് ഒരു സന്തോഷമുണ്ടാകുവാൻ ഇടയാകണം. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ എന്നിൽ സന്തോഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എബ്രായലേഖനം 11-ാം അധ്യായം നമ്മൾ അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിച്ചവരായിരുന്നു.
വേദപുസ്തകത്തിൽ സ്വർഗത്തിൽ കടന്നു ചെല്ലുവാൻ കാരണമായി തീർന്നവരുടെ കണക്കുകൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ കണക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള കണക്കാണ് അവർ കൊടുക്കാനുള്ളത്. സ്വർഗത്തിലെ ദൈവം നോക്കുന്നതും ദൈവം പറയുന്നതും ആ ഒരു കണക്കാണ്. യേശുക്രിസ്തുവിന്റെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിക്കുന്നതും ഞാൻ കൂടെ കൂടെ പ്രാർത്ഥിക്കുന്നതുമായിരിക്കുന്ന ഒരു വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ലൈഫ്. കാരണം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് നോട്ട് എടുത്താട്ടെ, 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 22. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അരുമനാഥനാകുന്ന യേശു സ്നാനപ്പെടുവാനായിട്ട് കടന്നു വരുമ്പോൾ, യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ യേശുവിന്മേൽ കടന്നു വന്നിട്ട് ഇപ്രാരം പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ. ഒന്ന് ചിന്തിച്ചു നോക്കി. ദൈവത്തിന്റെ ഉള്ളത്തിന് എത്രത്തോളം ആനന്ദം, ദൈവത്തിന്റെ ഉള്ളത്തിൽ എത്രത്തോളം സന്തോഷം. തന്റെ പുത്രനാകുന്ന യേശുവിനെ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുക. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും കൊടുത്തില്ല, ഒരേ കാര്യം മാത്രമേ ചെയ്തുള്ളൂ. ദൈവത്തിന് ഇഷ്ടകരമായിരിക്കുന്ന കാര്യം തന്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിക്കുവാനായിട്ട് താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം യേശുവിനെ നോക്കിക്കൊണ്ട് പറയുക, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ശുശ്രൂഷയുടെ തുടക്ക സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രസാദത്തോടുകൂടെ ശുശ്രൂഷ തുടങ്ങുവാൻ കാരണമായി തീർന്നു. ഒരല്പം കൂടെ മുൻപോട്ട് കടന്നുപോയി നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് 35. കർത്താവായ യേശു തന്റെ 3 ശിഷ്യന്മാരുമായിട്ട് മരുഭൂമിയിൽ രൂപാന്തരപ്പെടുവാനായിട്ട് കടന്നുപോയി. യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു. പത്രോസ് തോന്നി, ഇതെന്തുവാ ഇവിടെ സംഭവിക്കുന്നത്? യേശുവിനത് 3 കുടലുണ്ടാക്കാം. ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു അശരീരി വരികയാ. എന്തുവാ ഇവിടെ വന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രൈസ് ഗോഡ്. നോക്ക്, ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു മിഡിൽ ഭാഗം കഴിഞ്ഞു, അവസാന സമയത്തിലേക്ക് കടന്നു വരികയാ. അവിടെയും സ്വർഗത്തിലെ ദൈവം അരുമനാഥനാകുന്ന യേശുവിനെ നോക്കി പറയുന്ന ഒരു സാക്ഷ്യമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഓക്കെ, എത്ര ബ്യൂട്ടി. പലരുടെയും ജീവിതത്തില് തുടക്ക സമയത്തില് കർത്താവായ യേശു സാക്ഷിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അല്ലെങ്കിൽ ഇവൾ എൻ്റെ പ്രിയ മകൾ. പക്ഷെങ്കിൽ ഒരല്പം മുമ്പോട്ട് കഴിയുമ്പോൾ പലപ്പോഴും ആ സാക്ഷ്യത്തിന് ദൈവം ഒരു ചാൻസ് കാണുന്നില്ല. കാരണം ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് ഒരല്പകാലം കഴിയുമ്പോൾ ദൈവത്തിന് പ്രസാദമല്ലാത്ത വഴികൾ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് പ്രസാദമില്ലാത്തൊരു മനസ്സിന് അവർ അടിമയായി മാറ്റപ്പെടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഏതാണ്ട് തീരുന്ന സമയം കടന്നു വരികയാണ്. അവിടെയും ഒരു കാര്യമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രത്തോളം ദൈവത്തിൻ്റെ ഹൃദയം അതിനുവേണ്ടി ഒന്ന് മൂവ് ചെയ്തൊന്നും ചിന്തിച്ചേ. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഹൗ മച്ച് ഹാപ്പി, എത്രമാത്രം സന്തോഷമായിരുന്നു അരുമരക്ഷിതാവായ യേശുവിനെ നോക്കുമ്പോൾ സ്വർഗത്തിന് കാണുവാനുള്ളത്. അവസാന നിമിഷത്തിലേക്ക് കടന്നു വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 43-44. എന്ത് സംഭവിച്ചു? അവസാന നിമിഷത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിന് കഴിഞ്ഞ നാളുകൾ മുഴുവൻ പ്രസാദം കൊടുത്തവനാകുന്ന യേശു വളരെ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ, മരണവേദന പോലെ തൻ്റെ ഹൃദയം ഭാരപ്പെടുന്ന ആ സമയത്ത്, വളരെ വേദനയോടുകൂടെ താൻ ആയിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? യേശുവിനെ ഒറ്റക്കിട്ടേച്ച് ദൈവം പോയില്ല. ദൈവം തൻ്റെ ദൂതനെ അയച്ചു. എന്തിന്? ശക്തിപ്പെടുത്താൻ. എന്താ അതിന്റെ കാരണമെന്ന്? ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അരുമനാഥനാകുന്ന യേശു ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ ലൈഫിന് ഒരു ദൗത്യം കർത്താവായ യേശുവിനുണ്ടായിരുന്നു.
തൻ്റെ മുൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായിരുന്നു യേശുക്രിസ്തുവിനെ മുൻപോട്ട് നയിച്ചത്. എന്തായിരുന്നു ആ കാഴ്ചപ്പാട്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. John the Gospel chapter 6 verse 38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല. Praise God. ഇതായിരുന്നു കർത്താവായ യേശുവിൻ്റെ ദൗത്യം. യേശു പറയും, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ താൻ എന്ത് ചെയ്താലും ദൈവം, കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചത് എന്താ? ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. അതാ ദൈവത്തിന് ഇഷ്ടം. താൻ എന്ത് ചെയ്താലും യേശുവിന്റെ ആഗ്രഹം അതായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ആരെ പ്രസാദിപ്പിച്ചോളാൻ? ദൈവത്തെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി 1, 2, 3 വാക്യങ്ങൾ കൂടെ എങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു പോകട്ടെ. 1 എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള വഴി 1 എബ്രായർ 12:6, 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള 1ാമത്തെ മാർഗമാണ് വിശ്വസിക്കുക. വിശ്വസിക്കുക. എന്തുവാ വിശ്വസിക്കേണ്ടത്? വിശ്വാസം എന്നുള്ളതോ എന്ത് വന്നു? ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നമുക്ക് വിശ്വാസമുണ്ട് എല്ലാം അനുകൂലമായി സംഭവിച്ചാൽ. പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്. എല്ലാം അനുകൂലമായി നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ കടന്നു വരുന്നതല്ല വിശ്വാസമെന്ന് പറയുന്നത്. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധമായിരിക്കുന്ന വാഗ്ദത്തം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഈ ദൈവം എന്നെ കൈവിടത്തില്ല, ഈ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, ഈ ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവൻ എന്നെ അന്ത്യത്തോളം വഴി നടത്തും, എൻ്റെ ജീവിതത്തിൽ കൂടെ എന്ത് വാഗ്ദത്തം തന്നുവോ അതെൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റും എന്നുള്ളത് കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ വിശ്വസിക്കുന്നവരെ നോക്കി സ്വർഗ്ഗത്തിലെ ദൈവം പ്രസാദിക്കുക. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കി പ്രസാദിക്കുക. എന്ത് ചെയ്താ മതി? വാഗ്ദത്തത്തെ പ്രതികൂലങ്ങളുടെ നടുവിൽ കണ്ണുമടച്ചൊന്ന് ഏറ്റെടുത്ത് ഒന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമെങ്കിൽ എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവം എന്നോട് അരുളിച്ചെയ്തതാ, അതിന് നിവർത്തി വരും. അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. ഒരു പുരുഷനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു, കന്യ ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. കണ്ണുമടച്ച് വിശ്വസിച്ചു. അസാധ്യമാ. മുൻപിൽ ചിന്തിക്കുവാൻ യാതൊന്നുമില്ല, പറയുവാൻ ഒന്നുമില്ല. ദൈവത്തിന്റെ ദാസിപ്പാര പറഞ്ഞു, അതെ, തന്നോട് അരുളിച്ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്താ കാരണമായി തീർന്നത്? പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, അസാധ്യങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമായിരിക്കുന്ന വാഗ്ദത്തം ലഭിച്ച് കണ്ണുമടച്ച് ഇത് തന്നെ സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനനുസരണമായിട്ട് പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ മനസ്സിലാക്കണേ, സ്വർഗ്ഗത്തിലേക്ക് ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്തെങ്കിലുമൊക്കെ വേണം വിശ്വസിക്കാൻ. ഒരു സാധാരണപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് യാതൊരു ഗുണങ്ങളുമില്ല, അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റുമില്ല. സ്വർഗ്ഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമായിട്ട് അത് ഒന്നും കാണുന്നില്ല. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എനിക്കൊന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ ഈ ദൈവം എന്നെ കൈവിടത്തില്ല. ആ ഒരു വേർഡ് കേൾക്കുന്നത് തന്നെ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ എത്ര സന്തോഷമാണെന്നറിയാം. ഒരു വേർഡ് എൻ്റെ നാവിൽ കൂടെ ഒന്ന് വന്നാൽ മതി, എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം, എന്നെ തള്ളിക്കളയാതെ എൻ്റെ കർത്താവ്, അവനെ കൈവിടത്തില്ല, അവനെ കൈവിടത്തില്ല. പ്രിയപ്പെട്ടവരെ,
എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിശ്വാസമായി ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വേർഡ്, 1 Kings chapter 3 verse 10. 1 Kings chapter 3 verse 10. 1 രാജാക്കന്മാരുടെ പുസ്തകം 3:10. ശലോമോൻ ഈ കാര്യം ചോദിച്ചത്, പ്രൈസ് ഗോഡ്, ഈവൻ ദ ഹാർട്ട് ഡിസയർ, ഹൃദയത്തിന്റെ ചിന്ത കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാം. എന്റെ ഹൃദയത്തിന്റെ ചിന്തയാ. ശലോമോന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. തന്നെ ഒരു രീതിയിലും രാജാവായി വാഴിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ, ആ സകല പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് അവസാനമായിട്ട് രാജസ്ഥാനത്തേക്ക് ശലോമോൻ കടന്നു വരികയാണ്. അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ആ മുൻപോട്ട് കടന്നു വരുന്ന അന്ന് തൊട്ട് ശലോമോൻ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ദൈവമേ, ഒരു കാര്യം എനിക്ക് വേണം, നീ എന്നെ ഏൽപ്പിച്ചത് ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ എനിക്ക് തരണം. ദൈവം ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രി ദൈവം വിളിച്ചു ചോദിച്ചു, കുഞ്ഞെ ഞാൻ നിനക്ക് എന്തോ തരണമെന്ന് ചോദിച്ചു. ശലോമോൻ പറഞ്ഞ, കർത്താവേ, എനിക്ക് വേണ്ടത് ഈ ഒരു ചിന്ത, ഈ ആഗ്രഹമാണ്. ഈ ജനത്തെ ന്യായം പാലിച്ച് നടത്തുവാനുള്ള വിവേകമുള്ളൊരു ഹൃദയമായി എനിക്ക് വേണ്ടത്, ന്യായപാലനത്തിലുള്ള ജ്ഞാനമായി എനിക്ക് വേണ്ടത്. സ്വർഗത്തിലെ ദൈവം ഈ ശലോമോൻ ചോദിച്ചതിനകത്ത് വലിയ സന്തോഷിച്ചെന്നാ. നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും പ്രവർത്തിച്ചു കൊടുത്തോ? 10,000 ആട്ടുകെട്ടന്മാരെയാണോ ശലോമോൻ കൊടുത്തത്? 1000 തൈലനദിയാണോ ശലോമോൻ ഒഴുക്കിയത്? ഒന്നുമില്ല. Only the desire. തന്റെ ഹൃദയത്തിലെ ഒരു ചിന്ത, ആ ഒരൊറ്റ ആഗ്രഹമാണ് സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ പ്രസാദമായി കണ്ടത്. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ കൊട്ടാരത്തിൽ ജീവിക്കുക, കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവദാരു കൊണ്ടുള്ള വളരെ മനോഹരമായിരിക്കുന്ന കൊട്ടാരത്തിലാണ് താൻ ആയിരിക്കുന്നത്. ഒന്ന് വെളിയിലോട്ടൊന്ന് കണ്ണു നോക്കിയപ്പോഴാ കണ്ടത് ദൈവത്തിന് നിയമപ്പെട്ടം തിരശ്ശീലയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ കട്ടനകത്ത് മറച്ചു വെച്ചിരിക്കുക. ഒരാഗ്രഹം തൻ്റെ ഉള്ളിൽ തോന്നി, ഞാൻ ഈ കൊട്ടാരത്തിൽ വസിക്കുന്നു, ദൈവത്തിന് നിയമപ്പെട്ടകം തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം വസിക്കേണ്ടതിന് ഞാൻ മനോഹരമായിരിക്കുന്നൊരു കെട്ടിടമുണ്ടാക്കുവാൻ പോകുകയാണ്. ഒരാഗ്രഹം തൻ്റെ ഉള്ളിൽ കടന്നു വന്നു. സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട്, ഒത്തിരി കൊള്ളരുതാത്ത പണി ഒത്തിരി ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് ഇപ്പാര പറഞ്ഞു, ദാവീദേ, ഞാൻ നിനക്ക് നിന്റെ ഗ്രഹത്തിന് ഒരു സ്ഥിരമായിരിക്കുന്ന ഭവനം എന്നേക്കും പണി. ഹൃദയത്തിൻ്റെ ചിന്ത, വേറൊന്നും ചെയ്തില്ല, ഒരു ചിന്ത മാത്രം. നിങ്ങൾ മനസ്സിലാക്കണേ, എൻ്റെ ചിന്ത ദൈവത്തിന് പ്രസാദമാകാം. എൻ്റെ ചിന്ത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്ത് ചിന്ത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കും? എൻ്റെ ചിന്ത എങ്ങനെയായാൽ ദൈവത്തിന് പ്രസാദമാകും? ശലോമോന്റെ ജീവിതത്തിൽ ചിന്ത ദൈവത്തിന് പ്രസാദമാകുവാനുള്ള കാരണം, ദൈവം ശലോമോനെ കുറിച്ച് ആഗ്രഹിച്ച ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് ശലോമോൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അതായിരുന്നു പുള്ളിയുടെ ചിന്ത. നാട്ടുകാരെയോ വീട്ടുകാരെയോ അതൊന്നും ആയിരുന്നില്ല. ദൈവം തന്നെ ഫലമേൽപ്പിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി, അത് എന്തെല്ലാം അതിനുവേണ്ടി വേണം, എന്തെല്ലാം അതിനുവേണ്ടി ചിന്തിക്കണം, എങ്ങനെല്ലാം അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം, ഇതാണ് ശലോമോൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പല സ്ഥാനങ്ങളാക്കിയിട്ടില്ലേ? എത്രത്തോളം ചിന്തയുണ്ട് ആ കാര്യത്തിൽ? ഉണ്ടോ? എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയാ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല.
ദൈവത്തിന്റെ വേലയെക്കുറിച്ച്, ദൈവം എന്നെ ഫലമേൽപ്പിച്ചതിനെ കുറിച്ച് ഒരു ഭാരമുണ്ടായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യം കൂടെ വെളിപ്പെടും, അതിന് പ്രവൃത്തി ഉണ്ടായിരിക്കും. വെറുതെ ആരും ചിന്തിച്ചുകൊണ്ടിരിക്കത്തില്ല. ചിന്തയ്ക്ക് അതിനപ്പുറത്തൊരു ഉത്തരമുണ്ട്, അതിനപ്പുറത്തൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി വരുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ കാണുന്നത്. ശലോമോൻ അത് ചിന്തിച്ചുവെങ്കിൽ ശലോമോന്റെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടായിരുന്നു. ദാവീദ് അത് ചിന്തിച്ചുവെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ പ്രവൃത്തി ഉണ്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രസാദമായത് ചിന്തിക്കുന്നുവെങ്കിൽ, എന്റെ മനസ്സിൽ ചിന്തയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ചിന്തയ്ക്ക് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം വെളിപ്പെടുത്തും. ദൈവം അതിനുള്ള അവസരം ഒരുക്കിത്തരും. തന്റെ ഉള്ളിലിരുന്ന ആഗ്രഹത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ശലോമോന് അവസരം കൊടുത്തു. സ്വർഗത്തിലെ ദൈവം രാത്രിയിൽ അവന് പ്രത്യക്ഷനായി. തന്റെ ഉള്ളിലെ ചിന്തയെ വെളിപ്പെടുത്തുവാൻ ദൈവം ദാവീദിന് അവസരം കൊടുത്തു. ദാവീദിന് വെളിയിലോട്ട് നോക്കുവാനുള്ള സാഹചര്യമുണ്ടായി. അവിടെയാണ് തന്റെ ഉള്ളിലെ കൺസെപ്റ്റ് വെളിപ്പെട്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണമേ, എനിക്കും നിങ്ങൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും. ഒരു രീതിയിൽ ഭൗതികമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് മാറ്റപ്പെട്ടിട്ട്, ഭൗതിക ചിന്തകളെ മാറ്റിയിട്ട് ആത്മീയമായിരിക്കുന്ന ചിന്തകൾ എന്റെയും നിങ്ങളുടെ ഉള്ളത്തിൽ കടന്നു വരുവാൻ സാധിക്കുമെങ്കിൽ, ആത്മീയത എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ഒരാത്മീയനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ, അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ പ്രസാദമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആത്മീയൻ ജഡികനായി തീർന്നാൽ ദൈവത്തിന് പ്രസാദമില്ല. അരമരക്ഷിതാവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ദൈവം പ്രസാദിക്കത്തില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വേർഡ് മറ്റൊന്നുമല്ല. സ്വർഗത്തിൽ എത്തപ്പെടണമെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചതിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, എന്ത് നിങ്ങൾ ആയിത്തീർന്നു എന്നുള്ളതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഇല്ല എങ്കിൽ സ്വന്തം അവകാശമാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഞാൻ ആദ്യം തുടങ്ങിയത്. ഒരേ ആത്മീയ പാവയിൽ നിന്ന് കുടിച്ചു. അവരെല്ലാവരും മേഘത്തോടെ നടന്നു, സമുദ്രത്തോടെ നടന്ന് മോശയോട് ചേർന്നു. അവരെ അനുഗമിച്ച് ആത്മീയ പാവയിൽ നിന്ന് അവർ കുടിച്ചു. പക്ഷെങ്കിൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശം. അത് അന്ന് സംഭവിച്ചത് ഇന്നെനിക്കൊരു ബുദ്ധിയുപദേശമാണ്. ഒന്ന് ചിന്തിച്ചോണം. ഞാൻ ദൈവസനയിൽ മുട്ടുകളെ മടക്കുമ്പോൾ, എൻ്റെ വിശുദ്ധമായിരിക്കുന്ന കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ, ഈ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് എത്രമാത്രം സന്തോഷിപ്പിക്കുവാൻ എൻ്റെ ഈ കരങ്ങൾ ഉയർത്തുന്നതിൽ കൂടെ സാധിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യം. ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഭാഗത്ത് തന്നെ നിന്ന് ഞാൻ ചിന്തിപ്പിക്കട്ടെ. ഇവിടെ എന്താ പറയുന്നേ? ദൈവത്തിന് പ്രസാദം വരുമാറ് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. Serve God. Serve God with reverence and fear of God. ദൈവ ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിനെ സേവ ചെയ്യുക, ദൈവത്തിൻ്റെ സേവ ചെയ്യുക, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക. നിങ്ങൾ ചിന്തിക്കണം, ഈ ഭാഗത്ത് ഇങ്ങനൊരു വേർഡ് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്.
ഇസ്രായേൽ മക്കൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നപ്പോ അവരെവിടം വരെ ചെന്നുള്ളൂ? സീനായ് മലയുടെ അടിവാരം വരെ. പർവ്വതത്തിന്റെ അതിര് തൊടുന്നത് മൃഗമായിരുന്നാലും മനുഷ്യനായിരുന്നാലും അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ഇവിടം വരെ ചെന്നു. നമ്മൾ ചെന്നിരിക്കുന്നത് കൃപാസനം. നമ്മൾ ദൈവമായിരിക്കുന്ന ഇടത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വെരി ക്ലോസ് ടു ഗാഡ്. ദൈവമായിരിക്കുന്ന ആ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ദൈവമായിരിക്കുന്ന ഇടത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. 4 വട്ടം ദൈവം ഇരിക്കുന്ന ഇടത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഭയവും ഭക്തിയും കുറയുവാൻ കാരണമായി തീരുന്നു. കൂടെ മന്ന തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മന്നയുടെ ടേസ്റ്റ് വരത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യബോധം എത്രമാത്രം വലുത് ദൈവഭക്തന്മാരത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന അനുഭവങ്ങൾ, ആത്മീയമായിരിക്കുന്ന കൃപകൾ, ഞാനും നിങ്ങളും അനുഭവിക്കുന്നതായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന വരങ്ങൾ, ദൈവ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നതായിരിക്കുന്ന നിമിഷങ്ങൾ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങൾ ഒരു സമയം കടന്നു വരുമ്പോഴത്തേന് എന്തായി മാറ്റപ്പെടും? അതിന് ഭക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന് വേണ്ടി സേവ ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ബഹുമാനം അതിനാവശ്യമാണ്. എന്റെ ദൈവം ഹൈലി റെസ്പെക്ട്ഫുൾ ആണ്. അവൻ ബഹുമാനത്തിന് യോഗ്യനാണോ? അവൻ സകലവിധമായിരിക്കുന്ന മഹത്വത്തിന് യോഗ്യനാണ്. അവന്റെ മുൻപിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും നമുക്കില്ല. പലപ്പോഴും ദൈവത്തിൻ്റെതായിരിക്കുന്ന ബ്യൂട്ടി നമ്മൾ കാണാതെ വളരെ ഈസിയായിട്ട് നടന്നെടുക്കാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, കഴുകപ്പെട്ടല്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ഭക്തി, ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ബഹുമാനത്തിൽ എന്തുണ്ട് നിങ്ങൾക്കറിയാം? സ്നേഹത്തോടുകൂടെ ചേർന്നുള്ളൊരു ഭയമാണ്. അതാ ബഹുമാനത്തിലുള്ളത്. ദൈവസ്നേഹം ഇതാണ് ഉണ്ടാകേണ്ടത്. ഇത് രണ്ടുമാണോ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ദൈവ സന്നിധാനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് ഞാൻ നോക്കി ഒരു വേർഡ് ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ ദൈവമേ, ഈ വിശുദ്ധമായിരിക്കുന്ന അങ്ങയുടെ പാദപീഠങ്ങളിലേക്ക് കടന്നു വരുവാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകി അങ്ങയുടെ വിശുദ്ധിയിലേക്കൊന്ന് അടുത്തു വരുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു കാര്യം മനസ്സിലാക്കും, അവൻ ഈസിയായിട്ട് ഓടിക്കടന്നു വരുന്നവനല്ല, തരേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടാണ് വരുന്നത്. ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന് പ്രസാദം വരുമാകും. ദൈവത്തിന് പ്രസാദം വരുമാകും. ഈ ലോകത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ഈ ലോകത്തിൽ ദൈവം നാം ചെയ്യേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ ഇത് മാത്രമാണ്. ദൈവത്തിന് പ്രസാദം വരുമാകും. ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൻ്റെ കാരണം പറയുന്നു. നമ്മുടെ ദൈവം ആര്? ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവം ഒരു പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. ഈ അഗ്നിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദഹിച്ചു പോകും. അതുവരെ മാത്രമേ ഉള്ളൂ എന്തെല്ലാം കാണിക്കുകയാണെങ്കിൽ കാണിക്കാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ അഗ്നിയുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അതോടുകൂടെ എല്ലാം കഴിഞ്ഞു. പിന്നെ യാതൊരു കാരുണ്യവും അവിടെയില്ല, യാതൊരു ദയയും അവിടെയില്ല. ദൈവത്തിൻ്റെ ദാസൻ മോശെ അതുകൊണ്ടാണ് ആ വേർഡ് പ്രകാരം പറയുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി, അവൻ തീഷ്ണതയുള്ള ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ
രാത്രി കിടക്കുന്ന സമയത്ത് വരെ, ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് വരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ എൻ്റെ അരുമനാഥനാകുന്ന യേശു വാനമേഘത്ത് എഴുന്നള്ളി വരുന്ന സമയം വരെ, അല്ല, ഈ ലോകത്തിൽ ഞാൻ നിങ്ങൾ മാറ്റപ്പെടുന്ന ദിവസം വരെ ഒരു കാര്യം സാക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുമെങ്കിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയമകൾ. ഈ ഒരു വേർഡ് സ്വർഗത്തിലെ ദൈവത്തിന് സാക്ഷിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറൊന്നുമില്ല. ഇതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും? ദൈവം എന്നെ നോക്കിക്കൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയമകൾ എന്ന് പറയുന്നുവോ എന്നൊന്നും നമ്മൾ ആരും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നില്ല. അശ്വരീയായിട്ടൊന്നും കേൾക്കുന്നില്ല. പല രീതിയിൽ ദൈവം സംസാരിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു മാർഗമുണ്ട്. മനസ്സിലാക്കുന്നൊരു മാർഗമാണ് എൻ്റെ ഓരോ നിമിഷവും ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിൽ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരിക്കും. ആ സന്തോഷം എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആനന്ദം എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ആ സന്തോഷം എൻ്റെ ഉള്ളിൽ വസിക്കുവാനുള്ള കാരണം സ്വർഗത്തിലെ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ നടപ്പിൽ സന്തോഷമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നത് കുറച്ച് റിച്വൽസ് മാത്രമാണ്, കുറച്ച് ആചാരങ്ങൾ മാത്രം. അതിനകത്ത് റിയാലിറ്റി ഇല്ല. ആത്മീയത നഷ്ടപ്പെട്ടു. ചില ഭൗതികമായിരിക്കുന്ന ചില പ്രമാണങ്ങൾ മാത്രം പ്രമാണിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുകയാണ്. അവിടെയായിരിക്കും ഒരു സമയം വരുമ്പോൾ കറ്റ ഏത്, നല്ല മണി ഏത്, പതിരേതെന്നുള്ളത് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അതുവരെ രണ്ടും ഒരുപോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ രണ്ടും നല്ല മണിയാണ് തോന്നും. പക്ഷെങ്കിൽ ഒരു കാറ്റ് വന്ന് വീശുമ്പോൾ, ഒരു വീശുമുഖം വീശുന്നതായ സമയത്ത് രണ്ടും രണ്ടായിട്ട് വേർതിരിക്കപ്പെടും. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടയട്ടെ. ഇന്ന് രാത്രി എല്ലാവരും ദൈവമായിട്ടത് ബന്ധപ്പെട്ടാട്ടോ. ദൈവത്തിൻ്റെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോടൊന്ന് സംസാരിക്കുമോ? കർത്താവേ, അങ്ങേക്ക് പ്രസാദകരമായ ജീവൻ നയിപ്പാൻ എൻ്റെ ചിന്ത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുവോ?